ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അത്രേ ഉള്ളൂ. അപ്പൊ ഗൈസ്, നമ്മള് ഒരു ട്രിപ്പ് പോയിരുന്നു. ഒരു എന്താ പറയാ, ഒരു ഭക്തയാത്ര, അങ്ങനെ എന്തൊരു തേങ്ങ ഉണ്ടല്ലോ, അവസാനം നമ്മൾ പോയിരുന്നു. പഴനിക പോയിരുന്നത്. ഇപ്പൊ എന്തായാലും പോയപ്പോ കിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അതിയോഗ്യ മറ്റേ ശിവന്റെ വലിയ പ്രതിമയിലോടത്തേക്ക് പോയി. പിന്നെ പഴനി അങ്ങനെ പോയി. പക്ഷെ പഴനിയത്തെ ഞങ്ങൾക്ക് വലിയൊരു സുഖം കിട്ടിയില്ല. അതൊക്കും നല്ലൊരു സുഖം കിട്ടി മറ്റേ അതിയോഗിത്തെ ശിവന്റെ അതായിരുന്നു. ഒട്ടിപ്പൊളി കിടില വൈബായിരുന്നു. എന്താ വെച്ചു അല്ലേ, കിട്ടു സാധനം. എല്ലാരും മസ്റ്റ് ആയിട്ട് പോയി കാണണ്ടേന്. ലൈറ്റ് ഷോ ഒരു 5 മണി ആ ടൈമിൽ പോകുമ്പോഴേ ആ സാധനം കിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് അത് കിട്ടിയില്ല. എന്ത് ചെയ്യാനാ, ബസ്സിന്റെ ട്രാഫിക്കിന്റെ മൂലം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ഇപ്പൊ എന്താ, പണി കിട്ടുമായിരുന്നു. പക്ഷെ ഭയങ്കര ചാമ്പലായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ചാമ്പല് പറഞ്ഞാൽ ഭയങ്കര ചാമ്പല്. ഞങ്ങൾ പോയത് യാത്ര നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണുക. ഓ മോനെ മതി. 3:28 AM. നമ്മൾ ഇവിടുത്തെ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് പോകാൻ സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ റോട്ടിക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പഴനി ചേട്ടാ അച്ഛ എന്താ മോനെ A few inches later. നമ്മൾ നിൽക്കുന്നത് തമിഴ്നാട്. அசந்து தூங்கி விட்டாயாமே. கண் இருக்கும் எல்லோரும் தூங்கத்தான் செய்வார்கள். അങ്ങനെ ഞങ്ങള് പഴനിയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കാർത്തിക് സൂര്യയുടെ പഴനി വ്ളോഗ് കണ്ടിട്ട് വലിയ കടയിൽ ഫോൺ എടുത്തിട്ട് കൊണ്ടുപോയതാ. പക്ഷെ അവിടെ ഫോൺ അലൗഡല്ല ഗൈസ്. അവിടെ സെക്യൂരിറ്റീസ് രണ്ടോട്ടം ഞങ്ങളുടെ അടുത്ത് ഫോണ് പൊക്കി. ഞങ്ങളെ ഒരു ഏട്ടന്മാരുണ്ടായിരുന്നു, ആ ഏട്ടൻ്റെ അടുത്തുനിന്ന്. പിന്നെ എന്തിനാ എങ്ങനെയൊക്കെ നമ്മള് അവൾക്ക് കൊണ്ടുപോയി ഫോണ്. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതാണ് വലിയ കടയിൽ സംഭവിച്ചത്. പഴനി വ്ളോഗ് ഒരു മൂഞ്ചിയ വ്ളോഗായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് ആ ടൈമിൽ. പിന്നെ അതിയോഗി പോയി, അവിടെ കിട്ടിയെന്നോ അച്ചേടനോ ഉണ്ടോ. എക്സ്കലേറ്റർ അമ്മ ഇരുന്നോ. ആ ഇങ്ങനെ കേറിക്കേ. ഞങ്ങളങ്ങനെ ഫുഡ് തട്ടിട്ടുണ്ട്. അങ്ങനെ ഏതൊരു ഇവിടെ തന്നെ തന്നെ ഫുഡ് ഞങ്ങൾ തട്ടി. പിന്നെ ഒരു വെജിറ്റബിൾ ബിരിയാണി, കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. താങ്കൾക്ക് എന്താണ് പഴനിയെ പറ്റി പറയാനുള്ളത്? പറയാല്ല എന്താ വെച്ചാല് ഭയങ്കര ചാമ്പലുണ്ടെന്ന് തോന്നുന്നു. നമ്മളൊക്കെ ചാമ്പല് നമ്മള് നല്ലോണം പീനടിക്ക് ഫീൽ ചെയ്യും. അണക്കെന്താ ഫീൽ ചെയ്ത്? നമ്മൾ പോണ വഴിക്ക് ഓരോ അമ്പലങ്ങൾ ഉണ്ടാവും. അമ്പലമെല്ലാം പ്രതിഷ്ഠകള്. അതിന് നമ്മളെ നിർബന്ധിച്ചിട്ട് തൊഴിപ്പിക്കുക. അതിൽ ചില്ലറ നമ്മുടെ ഇടൂലേ, തൊഴുത് കഴിഞ്ഞാൽ ഏതൊരു മലയാളിക്കും ചില്ലറ ഇടും. ഇട്ടിട്ട് അവർ എന്താ ഒക്കെ ആ ചില്ലറ ഫുള്ള് അവരും മാറ്റാണ്. മീൻസ് അവരെടുക്കുക. അപ്പം അങ്ങനത്തേലൊന്നും കയറാതിരിക്കുക. ഡയറക്റ്റായിട്ട് നമ്മളെ സുബ്രഹ്മണ്യ സ്വാമീൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ച് പോരുക. അത്രയുള്ളൂ പറയാനുള്ളത്. പിന്നെ നമ്മുടെ കേരളത്തിന്മാരുള്ള വൈബൊന്നുമില്ല.
2,000 years later. എന്തെങ്കിലും അവിടെ അതിയോഗി വലിയ ശിവന്റെ സ്റ്റാച്ചു ഉള്ളത്. ശിവ എങ്ങണ്ട്? സെറ്റ് സാധനം ഫസ്റ്റ് ടൈം കാണാൻ ഒന്നും പറയാല്ല. ഇനിയിപ്പോൾ ഇപ്പം നോക്കാം, പ്രതീക്ഷിക്കുന്നില്ല പറഞ്ഞു. ചെല്ലുന്തോറും പക്ഷെ നമ്മുടെ ക്യാമറയ്ക്ക് ക്ലിയർ നേരെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ക്യാമറ നമ്മളെ ചതിച്ചാണ്, സോറി നമ്മുടെ ഫോണ് നമ്മളെ ചതിച്ചാണ്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ എടുത്തുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എങ്ങനെ വെച്ചോ? കിട്ടില്ല സാധനം. നല്ല ക്യാമറ സെറ്റ് അല്ലേ? നിങ്ങളത് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കും നല്ലൊരു ക്യാമറ കീച്ചാം. സബ്സ്ക്രൈബും ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് ഹോൾഡിട്ടാൽ മതി. ഓക്കെ, കിട്ടിയിട്ടും സാധനം അല്ലേ? മെയിൻ ഹൈലൈറ്റ് ആയി പറ്റിയ അതാണ് രുദ്രാക്ഷം. എത്ര പേരും മെനക്കിട്ടുണ്ടാക്കിയ സാധനം. അടുത്താണ് സുഹൃത്തുക്കളെ. രുദ്രാക്ഷം കണ്ടോ? ലക്ഷ്യങ്ങൾ കാണുമെന്ന് ഞങ്ങൾക്കറിയില്ല. നമ്മുടെ ക്യാമറയുടെ എത്രയെന്നറിയാം. ഇറങ്ങിയതല്ലേ? എത്ര ലക്ഷം രുദ്രാക്ഷം ഉണ്ട് പൈസയില്? ലക്ഷോ ബാക്കി കോടികളുണ്ടാവും. രക്ഷയില്ല, കിട്ടില്ല. പക്ഷെ നമ്മളെ ഫോണിന് ഇച്ചിരി ക്ലിയർ കമ്മിയാണ് ഗൈസ്. ഞങ്ങളിത് നേരെ യോഗിയുടെ വീട് പറഞ്ഞു ഞങ്ങൾ നേരെ മുറ്റത്ത് പോയിട്ട് ലോങ്ങിലാണ്. നല്ല അടിപൊളിയാണ്. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനಗೆ നമോ നമഃ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. വീണ്ടും പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അത്രേ ഉള്ളൂ. അടിപൊളി